റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ ഒളിമ്പിക്സ് ബോക്സറായ മേരി കോം ഏത് സംസ്ഥാനക്കാരിയാണ്? മണിപ്പൂർ. ഇന്ത്യൻ ഒളിമ്പിക്സ് ബോക്സറായ മേരി കോം ഏത് സംസ്ഥാനക്കാരിയാണ്? മണിപ്പൂർ. രൂപവാഹിനി ഏത് രാജ്യത്തെ ടെലിവിഷൻ ശൃംഖലയാണ്? ശ്രീലങ്ക. രൂപവാഹിനി ഏത് രാജ്യത്തെ ടെലിവിഷൻ ശൃംഖലയാണ്? ശ്രീലങ്ക. ആവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി രചിച്ചത് ഡോക്ടർ B. ഇക്ബാൽ. ആവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി രചിച്ചത് ഡോക്ടർ B. ഇക്ബാൽ. കിസാൻഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ചരൺ സിംഗ്. കിസാൻഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ചരൺ സിംഗ്. പത്മവിഭൂഷൺ ബഹുമതി നേടിയ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് പത്മവിഭൂഷൺ ബഹുമതി നേടിയ ആദ്യ മലയാളി. ഡെയിലി മിറർ ഏത് രാജ്യത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദിനപത്രമാണ്? ബ്രിട്ടൻ. ഡെയിലി മിറർ ഏത് രാജ്യത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദിനപത്രമാണ്? ബ്രിട്ടൻ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ മന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ മന്ത്രി. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത്? വേഷം. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത്? വേഷം. ലോക ഊർജ സംരക്ഷണ ദിനം ആചരിക്കുന്നത് ഡിസംബർ 14. ഡിസംബർ 14നാണ് ലോക ഊർജ സംരക്ഷണ ദിനം ആചരിക്കുന്നത്. അഭിനയം അനുഭവം എന്ന കൃതി രചിച്ചത് ഭരത് ഗോപി. അഭിനയം അനുഭവം എന്ന കൃതി രചിച്ചത് ഭരത് ഗോപിയാണ്. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് നേടിയ വർഷം 1983. 1983ലാണ് ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ രചിച്ചത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ രചിച്ചത് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ കായിക താരം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ദീപക് സന്ധു. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ദീപക് സന്ധു. മാഡിബ എന്നറിയപ്പെടുന്ന ലോക നേതാവ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് മാഡിബ എന്നറിയപ്പെടുന്ന ലോക നേതാവ്. കല്യാണദായിനി സഭ രൂപവൽക്കരിച്ചത് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. കല്യാണദായിനി സഭ രൂപവൽക്കരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഇന്ത്യ ആഫ്റ്റർ നെഹ്റു എന്ന കൃതി രചിച്ചത് കുൽദീപ് നയ്യാർ. ഇന്ത്യ ആഫ്റ്റർ നെഹ്റു എന്ന കൃതി രചിച്ചത് കുൽദീപ് നയ്യാർ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ചട്ടമ്പിസ്വാമികൾ പന്മനയിൽ വച്ച് സമാധിയടഞ്ഞ വർഷം 1924. 1924ലാണ് ചട്ടമ്പിസ്വാമികൾ പന്മനയിൽ വച്ച് സമാധിയടഞ്ഞത്. ശാക്യമുനി എന്നത് ആരുടെ മറ്റൊരു നാമമാണ്? ശ്രീബുദ്ധൻ. ശാക്യമുനി എന്നത് ആരുടെ മറ്റൊരു നാമമാണ്? ശ്രീബുദ്ധൻ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചതാര്? ലാവോസിയെ. ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലാവോസിയെ. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേവ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേവ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആര്? ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള കോളങ്ങൾ പീരിയഡുകൾ. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരിയഡുകൾ. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. പീരിയോഡിക് ടേബിളിലെ ആദ്യ മൂലകം ഹൈഡ്രജൻ. പീരിയോഡിക് ടേബിളിലെ ആദ്യ മൂലകമാണ് ഹൈഡ്രജൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം ഹീലിയം. ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന അലസവാതകം. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാനായി നിറയ്ക്കുന്ന വാതകം നിയോൺ.
ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാനായി നിറയ്ക്കുന്ന വാതകമാണ് നിയോൺ. റേഡിയോ ആക്റ്റീവതയുള്ള അലസവാതകം ആർഗോൺ. റേഡിയോ ആക്റ്റീവതയുള്ള അലസവാതകമാണ് ആർഗോൺ. റയർ എർട്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ. റയർ എർട്സ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ. കേരള സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി. കേരള സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേരളത്തിലെ ഏക ഗോത്ര രാജാവ് കോഴിമല രാജാവ്. കേരളത്തിലെ ഏക ഗോത്ര രാജാവാണ് കോഴിമല രാജാവ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി. സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്ത് ഇടമലക്കുടി. സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്താണ് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം 1978. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം 1978. ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് വട്ടവട. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് വട്ടവട. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മറയൂർ. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മറയൂർ. ഇന്ത്യയിലെ ആദ്യ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മറയൂർ. സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്ത് ഉടുമ്പന്നൂർ. സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. ചെറുതോണിയാണ് ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തുടങ്ങിയ വർഷം 1887. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തുടങ്ങിയ വർഷം 1887. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി മുല്ലയാർ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മുല്ലയാർ. പള്ളിവാസൽ പദ്ധതി ആരംഭിച്ച വർഷം 1940. പള്ളിവാസൽ പദ്ധതി ആരംഭിച്ച വർഷമാണ് 1940. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാമാണ് ഇടുക്കി. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമാണ് മൂലമറ്റം. തലയാർ എന്നറിയപ്പെടുന്ന നദി പാമ്പാർ. തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടി. ദക്ഷിണേന്ത്യയിലെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആനമുടി. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.